ഈ അടുത്ത് ഇംഗ്ലീഷുകാരനായ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വിവരിക്കുന്നത് കേട്ട്. സൗത്ത് ലണ്ടനിൽ ഒരു റമളാനിൽ വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടു. അവിടുത്തെ പ്രത്യേകത അവിടുത്തെ പകൽ ഭയങ്കര ദീർഘമുള്ളതും രാത്രി വളരെ ചുരുങ്ങിയതുമാണ്. അപ്പോൾ നോമ്പ് തന്നെ ചിലപ്പം 19-20 മണിക്കൂറോളം എടുക്കേണ്ടി വരും. അദ്ദേഹം രാവിലെ തന്നെ അവിടെ എത്തി വിശ്രമിച്ചു. ജുമാക്ക് അദ്ദേഹം തന്നെ നേതൃത്വം നൽകിയത്. അസറിന് ശേഷമാണ് പരിപാടി. അസർ തന്നെ 8 മണിക്കാണ്. അസർ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. 9 മണിക്ക് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള സുപ്രയിൽ ഇവരൊക്കെ ഇങ്ങനെ നോമ്പറക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അദ്ദേഹം പറയുക 8:59 നോമ്പറക്കാൻ ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ദുആ ചെയ്ത് ഇങ്ങനെ ബാങ്കിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ അസ്വസ്ഥത കാണിക്കുകയും വലതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വീഴുകയും ചെയ്തു. ആളുകളൊക്കെ ഓടിക്കൂടി, മെഡിക്കൽ ടീം എത്തി, അദ്ദേഹത്തെ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴേക്കും ടിക് 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 9 മണിയായി, ബാങ്ക് കൊടുത്തു. ഞങ്ങൾ നോമ്പ് തുറന്ന് നമസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് മെഡിക്കൽ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള വാർത്ത എത്തി, ആ ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല മരണമല്ലേ. നമ്മളിൽ ചിലർ വെള്ളിയാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വേറെ ചിലർ റമളാനിൽ മരിച്ചെങ്കിലെന്ന് കൊതിക്കുന്നവരുണ്ട്, വേറെ ചിലർ പള്ളിയിൽ മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു, മറ്റു ചിലർ നോമ്പുകാരനായി മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാഗ്യങ്ങളൊക്കെ അള്ളാഹു ഈ ചെറുപ്പക്കാരന് ഒന്നിച്ച് നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഷെയ്ഖ് തന്നെ പറഞ്ഞത് സുഹൂർ ഇൻ ലണ്ടൻ ഇഫ്താർ ഇൻ ജന്നാന. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അത്താഴം കഴിച്ചത് ലണ്ടനിലാണ്, പക്ഷേ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കുന്നത് സ്വർഗത്തിലായിരിക്കും. ഇതൊന്നും ഒരു കോയിൻസിഡൻസ് ആയി കിട്ടുന്നതല്ല, മറിച്ച് അതിനുശേഷം ഷെയ്ഖ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ സഹോദരൻ്റെ കുടുംബക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങളുടെ ഈ സഹോദരന് ഒരു പ്രത്യേക ഗുണമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയായിരുന്നു. ഒരു മനുഷ്യനോടും ഒരു വ്യക്തിയോടും ഒരു വിധത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും കൊണ്ട് നടക്കുന്ന ആളായിരുന്നില്ല എന്നാണ് അവർ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. ഇത്രയും വലിയ ഭാഗ്യം, ഇത്രയും നല്ല മരണം ആ മനുഷ്യന് വെറുതെ കിട്ടിയതല്ല, നല്ലൊരു ജീവിതത്തിലൂടെ അള്ളാഹു നൽകിയതാണ്. അള്ളാഹു നമ്മുടെയും മരണം വളരെ നല്ല രീതിയിലാക്കി തീർക്കുമാറാകട്ടെ.